നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ കൂറ്റൻ എണ്ണക്കപ്പൽ MV തൗസ്ക പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അമേരിക്ക. ഈ പടുകൂറ്റനെ US സൈന്യം പുഷ്പം പോലെയാണ് പിടിച്ചെടുത്തത്. എഞ്ചിനിൽ സുഷിരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ കപ്പൽ സംഘത്തെ വിറപ്പിച്ചു. US നാവികസേന ഈ സമയം കപ്പൽ കയറി വളഞ്ഞു. ആകാശത്ത് വട്ടമിട്ട് പറന്ന് ഹെലികോപ്റ്ററുകൾ. അപകടം മണത്ത് കപ്പലിലെ IRGC സൈന്യം കടലിലേക്ക് എടുത്തു ചാടി. ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്ന കപ്പലുകളിൽ IRGC സൈന്യവും ഇപ്പോഴുണ്ട്. സുരക്ഷയൊരുക്കാൻ വേണ്ടിയാണ് എന്നാണ് പറച്ചിൽ. US പടയെ നേരിടാനെന്ന് വലിയ സാഹസമൊക്കെ പറയും. എന്നാൽ US പട കയറി വളയുമ്പോൾ ഇവന്മാർ കടലിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെടുകയാണ്. കടലിൽ തങ്ങളുടെ രോമത്തിൽ തൊടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന ഇറാൻ അഹങ്കാരത്തിന്റെ മേലെ കയറി അടിച്ചിരിക്കുകയാണ് ട്രംപ്. അമേരിക്കൻ പടക്കപ്പലുകളെ നേരിടാൻ മോസ്കിറ്റോ ഫ്ലീറ്റുകൾ മാത്രമാണ് ഇറാന്റെ വജ്രായുധം. എന്നാൽ US പടക്കപ്പലുകൾക്ക് മുന്നിൽ ഇത് വെറും കൊതുക് മാത്രമാണ്. പക്ഷേ ഈ കുഞ്ഞൻ ബോട്ടുകളിലെത്തി ഗറില്ല മോഡൽ ആക്രമണം പുറത്തെടുക്കാം എന്ന ആത്മവിശ്വാസമാണ് IRGCക്കുള്ളത്. ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക ശീതയുദ്ധം നേരിട്ടുള്ള സായുധ ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും വഴിമാറുന്നു. 900 അടി നീളമുള്ള ഈ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ സുഷിരം ഉണ്ടാക്കിയാണ് USS സ്പ്രുവൻസിലെ സൈനികർ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ US പുറത്തുവിട്ടതും ഇറാൻ നാറി നാണം കെട്ടു. US പടയ്ക്ക് ഒരു വലിയ സൈനിക ഇടപെടൽ പോലും നടത്തേണ്ടി വന്നില്ല. ഇറാന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഞായറാഴ്ച നടന്ന സാഹസികമായ സൈനിക നടപടി പുറത്തുവിട്ട US സെൻട്രൽ കമാൻഡ് ഇറാന്റെ ഒരു ആധിപത്യവും കടലിൽ ഏശില്ലെന്നും കടലിൽ ചാകാനിറങ്ങുന്ന IRGC കൂട്ടത്തോട് ഒരു മയവും കാണിക്കില്ല എന്നും തുറന്നടിച്ചു. MV തൗസ്ക ഇറാന്റെ പ്രധാന കപ്പലാണ്. എണ്ണക്കച്ചവടത്തിന്റെ കൊമ്പൻ. ആ കൊമ്പനെ കയറിൽ കെട്ടി US കൊണ്ടുപോയിരിക്കുന്നത്. ഇത് തിരികെ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ IRGC. ഇറാൻ കപ്പൽ പിടിച്ച ആവേശത്തിലാണ് അമേരിക്ക. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ അപ്പോൾ തന്നെ ഒരു കുറിപ്പും അങ്ങ് പങ്കുവച്ചു. ഇന്ന് ഏതാണ്ട് 900 അടി നീളമുള്ള ഒരു വിമാനവാഹിനി കപ്പലിനോളം ഭാരമുള്ള തൗസ്ക എന്ന ഇറാനിയൻ ചരക്ക് കപ്പൽ നമ്മുടെ നേവി ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് അവർക്ക് അത്ര നന്നായി കലാശിച്ചില്ല. ഇറാനിയൻ ജീവനക്കാർ മുന്നറിയിപ്പുകൾ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അതിനാൽ നമ്മുടെ നാവികസേന കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ സുഷിരമുണ്ടാക്കി അവരെ തടഞ്ഞു. ഇപ്പോൾ കപ്പൽ US മറീനുകളുടെ കസ്റ്റഡിയിലാണ്. മുൻപും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാൽ തൗസ്കയ്ക്ക് മേൽ US ട്രഷറി ഉപരോധം നിലവിലുണ്ട്. കപ്പലിൽ എന്താണുള്ളതെന്ന് ഞങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ട്രംപ് കുറിച്ചു. അമേരിക്കൻ പക്ഷത്ത് നിന്ന് തുടരെ അടിയേറ്റ് തളരുകയാണ് ഇറാൻ. നാണം കെട്ടു നിൽക്കുന്ന ഇറാൻ എന്ത് കൈവിട്ട കളിയും പുറത്തെടുക്കും. കടലിൽ വല വിരിച്ച് ഇറാനെ വേട്ടയാടുകയാണ് അക്ഷരാർത്ഥത്തിൽ അമേരിക്ക. ട്രംപിന്റെ ഈ നടപടി ഒരു സാധാരണ നാവിക ഇടപെടലല്ല, മറിച്ച് അത് അമേരിക്കയുടെ ശക്തി പ്രകടനവും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്ന സമീപനവുമാണ് എന്ന രീതിയിലാണ് പലരും ഈ സംഭവത്തെ ഇപ്പോൾ കണക്കാക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെയും സമുദ്ര സുരക്ഷയുടെയും ഹൃദയഭാഗമായ പ്രദേശത്ത് നടന്ന ഈ സംഭവം അടുത്ത ദിവസങ്ങളിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാവുന്ന തരത്തിലുള്ളതാണ്. അമേരിക്കയുടെ ആരോപണം അനുസരിച്ച് ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ നിയമാനുസൃത വാണിജ്യ കപ്പലാണ്. അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കപ്പലിനെ വെടിവെച്ച് പ്രവർത്തനരഹിതമാക്കി കസ്റ്റഡിയിലെടുക്കുന്നത് സുരക്ഷാ നടപടി എന്നതിലുപരി ആധിപത്യം കാണിക്കലാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കിടന്നു മോങ്ങുന്നു. ഈ വാദം മുഴക്കുന്ന IRGCയോട് ചോദിക്കാനുള്ളത്, അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തത്? അതും ഒരു രാജ്യത്തിന്റെ വാണിജ്യ കപ്പലായിരുന്നില്ലേ? കടലിൽ വെടിവെപ്പും ഗുണ്ടെറിയാനും നിന്നാൽ ഇതുപോലെ തിരിച്ചു കിട്ടും. അപ്പോൾ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. ഒരു വാണിജ്യ കപ്പലിനെ ആക്രമിക്കുകയും നാവിഗേഷൻ സംവിധാനം പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നത് സായുധ കടൽ കൊള്ളയാണ്. ഒരു രാജ്യം സ്വന്തം പതാക വഹിക്കുന്ന കപ്പലിനെ സംരക്ഷിക്കാൻ ശബ്ദമുയർത്തുന്നത് അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ മറുപടി ഉണ്ടാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിയൻ മാധ്യമങ്ങൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ നീക്കങ്ങൾ നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുടെ നീക്കത്തിന് പിന്നിൽ ഉപരോധങ്ങൾ ശക്തമാക്കുക, ഇറാന്റെ വ്യാപാര ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുക, ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം തടസ്സപ്പെടുത്തുക, മേഖലയിൽ തങ്ങളുടെ സഖ്യരാജ്യങ്ങൾക്ക് മേൽക്കോയ്മ ഉറപ്പാക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പലപ്പോഴും തിരിച്ചടിയാകാറുണ്ട്. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉപയോഗിച്ച് ഒരു രാഷ്ട്രത്തെ വീഴ്ത്താമെന്ന ധാരണ ചരിത്രത്തിൽ പലവട്ടം പരാജയപ്പെട്ടതാണ്. സമ്മർദ്ദം കൂടുന്തോറും പ്രതിരോധം ശക്തമാക്കും എന്ന് IRGCയുടെ വെല്ലുവിളി.
തിരിച്ചടിക്കാൻ നേരിട്ടുള്ള പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാതെ പരിമിതവും കൃത്യവുമായ പ്രതിരോധ മാർഗങ്ങൾ ഇറാൻ സ്വീകരിച്ചേക്കും. ഡ്രോണുകൾ, വേഗബോട്ടുകൾ, സൈബർ പ്രതിരോധം, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് വലിയ സൈനിക ശക്തികൾക്കും വെല്ലുവിളി ഉയർത്താനാകുമെന്ന് ഇറാൻ പലതവണ തെളിയിച്ചിട്ടുണ്ട്. പരമ്പരാഗത ശക്തി കണക്കുകളിൽ പിന്നിലായാലും തന്ത്രത്തിൽ പിന്നിലല്ല എന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഇറാനെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനാകില്ല. ഓരോ ആക്രമണവും അവരെ കൂടുതൽ ഏകോപിതരാക്കുകയും സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുന്നുവെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. ഒമാൻ ഉൾക്കടലിൽ നടന്ന ഈ ഏറ്റുമുട്ടൽ അടുത്ത വലിയ സംഘർഷത്തിന്റെ മുന്നറിയിപ്പാണെന്ന് യുദ്ധവിദഗ്ധർ വ്യക്തമാക്കുന്നു. ഉപരോധം, സമ്മർദ്ദം, ഭീഷണി എന്നിവ കൊണ്ട് ഒരു ജനതയുടെ ആത്മാഭിമാനം കീഴടക്കാനാകില്ല. ഹോർമുസ് വീണ്ടും അപകടകരമായ ജലപാതയായിരിക്കാം, പക്ഷേ അത് പ്രതിരോധത്തിന്റെ പ്രതീകമാണെന്ന് ഇറാൻ വാദിക്കുന്നു. ഹോർമുസിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചത് US ആണെന്ന് ഇറാൻ ആരോപിക്കുമ്പോൾ ഇതേ കുറ്റം ഇറാനുമേൽ ചാർത്തുകയാണ് US. ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെ ഉൾപ്പെടെ ഹോർമുസിൽ ഇറാൻ വെടിവെപ്പ് നടത്തിയെന്ന് US ആരോപിക്കുന്നുണ്ട്. US ആണ് കടൽ ഉപരോധം പ്രഖ്യാപിച്ച് പ്രശ്നം വഷളാക്കിയതെന്ന് ഇറാനും തിരിച്ചടിക്കുന്നു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഹോർമുസ് അഭിവാജ്യ ഘടകമാണെന്ന് ഇറാൻ പാർലമെന്റ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി അധ്യക്ഷനായ ഇബ്രാഹിം അസീസി പറഞ്ഞു. പശ്ചിമേഷ്യയിലുടനീളമുള്ള US സൈനിക താവളങ്ങളുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി US-നെ ലോകത്തിലെ ഏറ്റവും വലിയ കടൽ കൊള്ളക്കാർ എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചത്. US-ുമായി ഇനിയൊരു ചർച്ച സാധ്യമല്ലെന്ന് IRGC-യും തുറന്നടിക്കുന്നു. ചർച്ചകളുടെ മേശപ്പുറത്ത് സമാധാനം പറയുകയും അണിയറയിൽ ഭീഷണികളും ഉപരോധങ്ങളും കടുപ്പിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ രീതി നയതന്ത്രത്തെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ്. സമാധാനം എന്നത് ആരുടെയും ഔദാര്യമല്ലെന്നും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു നടപടിക്രമമാണെന്നും പൊട്ടിത്തെറിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുമായി കൂടുതൽ ചർച്ചകൾക്ക് യാതൊരു സാധ്യതയുമില്ല. കാരണം അമേരിക്കൻ നിലപാടുകളിൽ പ്രകടമാകുന്ന നിരന്തരമായ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് കാരണം. ഒരു വശത്ത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ പോലുള്ള മധ്യസ്ഥർ വഴി സമാധാന നിർദ്ദേശങ്ങൾ അയക്കുമ്പോഴും മറുവശത്ത് ഇറാനിയൻ തുറമുഖങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നാവിക ഉപരോധം അമേരിക്ക തുടരുകയാണ്. ഇതൊരു സാമ്പത്തിക സമ്മർദ്ദമല്ല, മറിച്ച് ഇറാനിലെ സാധാരണ ജനതയ്ക്ക് നേരെയുള്ള കൂട്ടായ ശിക്ഷയാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ നയതന്ത്ര തകർച്ചയ്ക്ക് പിന്നിൽ അമേരിക്കയുടെ ആസൂത്രിതമായ ചില മാധ്യമ കളികൾ ഉണ്ടെന്ന് ഇറാൻ ഇപ്പോൾ ആരോപിക്കുകയാണ്. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമെന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ കൊണ്ട് ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന് പെസഷ്ക്യാൻ ഭരണകൂടവും വിളിച്ചു പറയുന്നു. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ഊർജ്ജ ഇടനാഴികളിൽ അമേരിക്ക നടത്തുന്ന സൈനിക ഇടപെടലുകൾ ആഗോള വിപണിയെ പോലും ബാധിക്കുന്ന ഒന്നാണ്. സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കുന്നു എന്ന് വിലപിക്കുന്നവർ ആ ചർച്ചകൾക്ക് തടസ്സമായി നിൽക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നത് ഖേദകരമാണ്. അമേരിക്ക ഉന്നയിക്കുന്ന അമിതമായ ആവശ്യങ്ങളും ഓരോ ഘട്ടത്തിലും അവർ മാറ്റിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളും നയതന്ത്രത്തെ ഒരു പ്രഹസനമാക്കി മാറ്റി എന്ന് മസൂദ് പെസഷ്ക്യാൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്നാൽ ഇറാനുമേൽ അഗ്നി പെയ്തിറക്കും എന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.